അതെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണ്ടെങ്കിൽ അത് ഉദ്യോഗന്മാർക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണ്ടോ അതും ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ഇതാക്കണം. ഈ കാണുന്ന ഒരു 14 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളതായിട്ട് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ പ്ലോട്ടാണ്. കറണ്ടിലെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഇതാക്കണം. പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതാക്കണം അതിനോട് ചേർന്ന് തോടാണ് ഈ ഒഴുകണം. 1/2 കിലോമീറ്ററോളം പറമ്പിന്റെ അതിനോട് ചേർന്ന് തോടല്ല ഒഴുകണേ. കിടിലൻ ഒരു പ്ലോട്ട്. ഈ ഒരു പ്ലോട്ടിന് വെറും ചെറിയ പൈസ ഓണർ ചോദിക്കണം കേട്ടോ. അപ്പൊ മൊത്തം 14 ഏക്കർ പ്ലോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന് 75 ലക്ഷം റുപ്യാണ് ഈ ഓണർ ചോദിക്കുന്ന വില. വെറും 75 ലക്ഷം റുപ്യാണ് ചോദിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യും. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ വിളിക്കട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ പറഞ്ഞു കേട്ടോ. അതാക്കണം ഈ റോഡ് വരുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഉദയഗിരി 5 കിലോമീറ്റർ മാത്രം മാറ്റാണ് നമ്മളെ പ്ലോട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇതാക്കുന്ന ഫുള്ള് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അടുത്തൊക്കെ ഇതാക്കുന്ന ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഒക്കെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. ആൾത്താമസമൊക്കെ ഇഷ്ടംപോലുള്ള ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള സൗകര്യങ്ങൾ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം നമുക്ക് കേട്ടോ. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ പറ്റുന്ന കിടിലൊരു പ്ലോട്ടാണ്. ഒന്ന് പോയി നോക്കാം നമുക്ക് ആ സ്ഥലത്തിനകത്തോട്ട് കേട്ടോ. പൊന്നരച്ചങ്കൾ ഇങ്ങോട്ടൊന്ന് വരും. നിങ്ങൾ പറഞ്ഞ അങ്ങോട്ടുള്ള ഒരു കിടില വ്യൂ കണ്ടു. നമ്മളെ പ്ലോട്ടിന്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നല്ല കിടക്കാച്ച് വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തിനകത്ത് നിങ്ങൾക്ക് റിസോർട്ടോ ഹോം സ്റ്റേയോ ഹട്ടുകളൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. പിന്നെ ഇതാക്കണം കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമ്മളെ പ്ലോട്ടിന്റെ സൈഡ് വഴി ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ ഈ ഒരു സൈഡ് വഴി ആണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വേറെ കാര്യം പറയാനല്ലേ, നമ്മൾ ഇരുന്ന വീഡിയോക്ക് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ആന ഇറങ്ങും, പുലി ഇറങ്ങും, കടുവ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒന്നും സ്ഥലമല്ല ഇത്. ഇങ്ങോട്ട് നോക്കിയാലുള്ള തെളിവാണ് കാണിച്ചത്. നല്ലൊരു വാഴത്തോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങോട്ട് നോക്കിയാണ് പറ്റുന്നുണ്ടെങ്കിൽ മണ്ണിലിറങ്ങി കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേമാർക്ക് പൊന്ന് വിളയിക്കട്ടോ. നല്ലൊരു വാഴത്തോട്ടാണത്. ഇനി നമുക്ക് സ്ഥലത്തിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പൊ എന്താ നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്തോട്ടൊന്ന് പോയിട്ട് നോക്കട്ടോ. പ്ലോട്ടിനകത്തോട്ട് പോണ വഴിയാണത്. ഇവിടെ ഇപ്പൊ ചെറിയ ഈ വെള്ളം പോണ ചാല് കീറിയിട്ടാണ്. ഇവിടെ ഒരു സ്ലാബ് ഇട്ട് കഴിഞ്ഞാല് പറമ്പിലോട്ട് വണ്ടി കയറും കേട്ടോ. മുന്നേ വണ്ടി കയറിക്കൊണ്ടിരുന്നാണ്. സ്ലാബൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കണം അല്ലെ. അതാണ് നമുക്ക് ടാറിങ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ പ്ലോട്ട്. അടുത്തൊക്കെ കണ്ട ഇഷ്ടം പോലെ വീടുകളുണ്ട്. കറണ്ടിന് ഇലക്ട്രിക് പോസ്റ്റ് നമ്മൾ കണ്ടില്ലേ. ചെറിയൊരു ചെരിവുണ്ട് കേട്ടോ നമ്മളെ സ്ഥലത്തിന്. ചെറുത് അല്ലേ. അതെ. ഇതിലുണ്ട് കയറിയാലോ നമുക്ക് റബ്ബറിലേക്ക്. ഇതിലുണ്ട് കയറി വെക്കാം. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലേ നിങ്ങളൊന്ന് പറ്റുന്നുണ്ടെന്ന് വന്നു നോയിക്കോളി. വേണം പറ്റുന്നുണ്ടെങ്കിൽ മേടിച്ചിടാലോ. നല്ല സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ഇതേപോലെ നനക്കാട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വെച്ചാല് നമുക്ക് സൈഡ് വഴി ഒരു തോട് പോകുന്നുണ്ട് അല്ലെ. പറമ്പിന്റെ അതിര് വഴി ഇപ്പൊ നിലവിൽ ഒരു 600 മീറ്ററോളം നമുക്ക് തോട് ഒഴുകണുണ്ട്. ആ ഒരു സൈഡ് അതിര് വഴി കേട്ടോ. പിന്നെ ഇതാക്കണ റബ്ബർ ഇതാണ്. ഇതേപോലെ ഇത്രയും കാലമായിട്ട് വെട്ടിയിട്ടില്ല. ഇതേമാതിരിക്കുള്ള ഒരു 1800ഓളം റബ്ബറുകൾ ഇതേമാതിരി ഫ്രഷ് മരം തൈ മരം കത്തി വെച്ചിട്ടില്ല. 105ഉം 414 കുറച്ചത്ര മരങ്ങളുണ്ട് അല്ലെ. മിക്സ് ആക്കിയിട്ടുള്ള തോട്ടാണ് കണ്ടല്ലേ. മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. അതെ. വെട്ടുപാറ അങ്ങനത്തെ നല്ല മണ്ണുള്ള മരം കേട്ടോ അല്ലേ. ഇത്രയും കാലമായിട്ട് വെട്ടിയിട്ടില്ല. അത്യാവശ്യം നല്ല കിടുക്കാച്ചും മരങ്ങളും അതുപോലെ തന്നെ മണ്ണുള്ള സ്ഥലം. വണ്ടിയെ കണ്ടില്ല നമ്മളെ. വണ്ടിയൊക്കെ കണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും വരാനുള്ള റോഡും കാര്യങ്ങളും. ഇപ്പൊ റബ്ബറിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കവുങ്ങ് കൃഷിയാക്കാം, അല്ലെങ്കിൽ മറ്റേ ഫ്രൂട്ട്സ് ഐറ്റംസ് പോലത്തെ കൃഷികളൊക്കെ തുടങ്ങാം. അങ്ങനത്തെ ഫാമിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഏലകൃഷി ചെയ്യാം. ഒരുപാട് കൃഷികൾ കാര്യങ്ങളൊക്കെ അത് നിങ്ങളെ ഇതിനനുസരിച്ച് അതിങ്ങനെ മട്ടന്മാർക്ക് കാപ്പി ഏലം ചെയ്യാം. ഇത് കണ്ടില്ല നിങ്ങള്. വെള്ളത്തിന്റെ പൈപ്പാണ് ഈ പോണത് കേട്ടോ. ഇഷ്ടം അടുത്തുള്ള വീടുകളിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള വെള്ളത്തിന്റെ പൈപ്പുകളാണ്, പൈപ്പ് കണക്ഷനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മള് പ്ലോട്ടിന്റെ കുറച്ച് താഴെ ഭാഗത്തുള്ള റബ്ബറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് കുറച്ച് മേലെ കണ്ട് പോയൊക്കെല്ലേ. ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാട്ടോ. അപ്പൊ നമ്മളിപ്പോ നടന്ന് വന്ന് പ്ലോട്ടിന്റെ കുറച്ച് മേലെ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. മൊത്തം കാണിച്ചു കൊടുക്കല് നടക്കൂല. മൊത്തം 14 ഏക്കർ സ്ഥലം കേട്ടോ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 14 ഏക്കർ സ്ഥലം. അതിനകത്ത് 11.5 ഏക്കർ സ്ഥലത്തിനാണ് നമുക്ക് ഇതിനകത്ത് പട്ടയം കാര്യങ്ങളൊക്കെ ഉള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് നമ്മളിപ്പോ കുറച്ചും കൂടെ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഫുള്ള് നടന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ടാസ്ക് ആണ്. പിന്നെ പറഞ്ഞാൽ മൊത്തം റബ്ബറാണ്. നമ്മൾ കണ്ട അതേമാതിരിക്കുള്ള റബ്ബറുകളാണ് ഫുള്ളുള്ളത്. പിന്നെ സ്ഥലം ഇതേമാതിരിക്കുള്ള സ്ഥലമാണ്. ചെറിയ ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ അതേപോലെ നമുക്ക് ജീപ്പ് പോലത്തെ വണ്ടിക്ക് സുഖമാണ് അല്ലെ. മേലെന്നുള്ള താഴേക്കുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ നിങ്ങള്.
നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയി കാർത്തികപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹയർ സെക്കൻഡറി ഇനി കുട്ടികളൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ കാർത്തികപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. പള്ളിയൊക്കെ നമുക്ക് ക്രിസ്ത്യൻ പള്ളിയൊക്കെ നമുക്ക് ഇവിടെ ഏകദേശം അടുത്തടുത്ത് ക്രിസ്ത്യൻ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം കൊണ്ടും നല്ല താല്പര്യമുള്ളവർ ഇതേപോലെ പിന്നെ ചെറിയ വിലയ്ക്ക് സ്ഥലങ്ങളൊക്കെ എടുത്തിടാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു കിടിലം പ്ലോട്ടാണ്. ചെറിയൊരു അസറ്റായിട്ട് എടുത്തിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെ ഭാവിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇനി വേറെ കാര്യമുണ്ട് ഇതിനകത്ത്, പിന്നെ നമുക്ക് ഇതേപോലെ വേറെ എന്തെങ്കിലും റബ്ബർ വേണ്ടാന്നുണ്ടെങ്കിൽ മണ്ണ് വേറെ കിട്ടുമല്ലോ അല്ലെ. ഏകദേശം ഒരു 6.5 ലക്ഷം രൂപയൊക്കെ ഏക്കറിന് പാർട്ടി ചോദിക്കുന്നുള്ളൂ. പിന്നെ നല്ല അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഭാവിയിലോട്ട് അസറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിടുകയും ചെയ്യാം. നല്ലൊരു പ്ലോട്ടാണ്. പിന്നെ ഈ ഒരു റബ്ബർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കവുങ്ങോ വേറെ എന്ത് കൃഷി, കവുങ്ങ്, കാപ്പി, കുരുമുളക്, ഏല, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളെ മട്ടന്മാർക്ക് നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതിനൊക്കെ പറ്റുന്ന സ്ഥലം. പിന്നെ ഇവിടെ അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് കാട്ടിക്കൊടുത്ത്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ കയറി വന്നപ്പോ കണ്ട വാഴത്തോട്ടൊക്കെ കണ്ടില്ല നിങ്ങൾ, ഏതാ മുതൽ കിടിലം വാഴയും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ഏരിയയിൽ മൊത്തം കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. ഒരുവിധം എല്ലാവരും കൃഷിക്കാർ തന്നെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്ത്. ഒരു ലാസ്റ്റ് വിലയാണ് 75 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ നെഗോഷ്യബിളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഫിക്സഡ് വിലയാണ് ഇപ്പോൾ ഓണർ പറഞ്ഞുള്ളത്. മൊത്തം 14 ഏക്കർ പ്ലോട്ടാണ്. അതിനകത്ത് 11.5 ഏക്കറിനാണ് നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളെ കയ്യിൽ ബഡ്ജറ്റ് എടുക്കാനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. വെറുതെ നമുക്ക് എന്താ പറയുക, ഇത് എവിടെയാ സ്ഥലം, എന്താ സ്ഥലം എന്നൊന്ന് വെറുതെ ചോദിച്ച് വിളിക്കരുത്. പിന്നെ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഉദയഗിരിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ബസ് റൂട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലോട്ട് എത്തുകയും ചെയ്യും കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഇതേപോലെ കുറഞ്ഞ വിലയ്ക്കൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് സ്ഥലം വരുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.